അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുഞ്ഞിക്കതിയെ സന്തോഷത്തോടെ അതാ കോടതിയിൽ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ്. തൻ്റെ ഭാഗം വിജയിച്ചിരിക്കുന്നു. അതെ, തൻ്റെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ചതിലും തന്നെ അവൻ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചതിലും പ്രായം പരിഗണിച്ചുകൊണ്ടും തനിക്ക് പ്രത്യേകം ഒരു പ്രൊട്ടക്ഷൻ നൽകിയതായിട്ട് കുഞ്ഞിക്കതിയക്ക് തോന്നി. അതെ, കുഞ്ഞിക്കതിയ തല ഉയർത്തി നിൽക്കുകയാണ് കോടതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട്. എന്നാൽ സത്താർ ആകെ പെട്ട പോലെയും. കാര്യം സത്താറിൻ്റെ പേരിൽ വീണ്ടും അവർ കുറ്റം ചുമത്തിയിരിക്കുന്നു. എന്നാൽ കോടതി വിധി ശരിക്കും കുഞ്ഞിക്കതിയക്ക് അനുകൂലമായി വന്ന ആ ഒരു സമയം, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അതാ പുറത്തേക്ക് ഇറങ്ങുവാൻ നിൽക്കുന്ന സമയം, പെട്ടെന്ന് അതാ ഒരാൾ അങ്ങോട്ട് കടന്നു വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നവാസ്. ശരിക്കും അതാ നവാസ് കടന്നു വന്നപ്പോൾ കുഞ്ഞിക്കതിയ ഒന്ന് ഞെട്ടി. പടച്ച റബ്ബേ, നവാസോ? എന്നാൽ അവർ അറിയാത്ത രീതിയിൽ, അവനെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നിന്നു. എന്നാൽ കോടതി വിധിയെല്ലാം ശരിയാകുന്നതിനിടയിൽ അതാ അപ്പോഴേക്കും നവാസ് അങ്ങോട്ടെത്തി. എനിക്കും ചിലത് പറയാനുണ്ട്. നിങ്ങൾ ആരുടെ? ഞാൻ കുഞ്ഞിക്കതിയുടെ എതിർകക്ഷിയായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ പെട്ടെന്ന് അതാ ആൻ്റണി വക്കീൽ അവനെ നോക്കി. അതെ, പെട്ടെന്ന് ഇടയിൽ കയറി വരാനൊന്നും പറ്റൂല, അതിന് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ജഡ്ജി പറഞ്ഞു, സൈലന്റ് പ്ലീസ്. അവനും പറയാനുള്ളത് പറയട്ടെ, ഇരുഭാഗവും കേൾക്കണമല്ലോ. എന്താണ് നിങ്ങൾക്കുള്ള പരാതി? ഈ കുഞ്ഞിക്കതിയ എന്ന് പേരുള്ള ഈ സ്ത്രീ അവരുടെ മക്കളെയൊക്കെ പിഴപ്പിച്ച് അവരെയൊക്കെ ബുദ്ധിമുട്ടാക്കി കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ, അതായത് എൻ്റെ ഭാര്യയാണ് സൗദ. അതെ, കുഞ്ഞിക്കതിയെ കൊടുത്ത മെഡിസിന് അടിമയായി അവളൊരു ഭ്രാന്തിയെപ്പോലെയാണ് ഇപ്പോൾ കഴിയുന്നത്. ശരിക്കും ഒരു കോമ സ്റ്റേജിലായിരുന്നു. ഇപ്പോൾ അല്പം മാറ്റം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവൾക്ക് ഉമ്മ എന്ന് പറയുമ്പോൾ വല്ലാത്ത ഭയമാണ്. എന്തൊക്കെയോ രീതിയിൽ അവളെ അവർ പീഡിപ്പിച്ചിട്ടുണ്ട്, പല രീതിയിലും. അവൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. അതുകൊണ്ട് നീതി കിട്ടണം എൻ്റെ ഭാര്യയ്ക്ക്. അതായത് മറ്റൊന്നുമല്ല, അവളുടെ ഉമ്മ വേണ്ടാത്തതെല്ലാം അവളെ പഠിപ്പിച്ച് അവളെ ശരിക്കും ഒരു ഉപദ്രവകാരിയാക്കി മാറ്റി, അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമില്ലാതാക്കി മാറ്റി എന്ന് തന്നെ പറയാം. അത്രക്കും ക്രൂരമായ സ്വഭാവത്തിനുടമയായിരുന്നു ഈ കുഞ്ഞിക്കതിയ. പിന്നെ ഈ കുഞ്ഞിക്കതിയ എന്നുള്ള സ്ത്രീ, ഞാൻ വേറൊരു പരാതിയുമല്ല, അവർ കൊടുത്ത മെഡിസിൻ കൊണ്ട് ഒരാളുടെ ജീവനാണ് നഷ്ടമാകുന്നത്. ഒരാളുടെ ജീവിതം ശരിക്കും ഒരു കോമ സ്റ്റേജിൽ കഴിയുന്ന രീതിയിൽ, ഒരു ഭ്രാന്തമായ അന്തരീക്ഷത്തിൽ ആണ് അവളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീതി കിട്ടണം. എന്ത് മെഡിസിനാണ് അവർ കൊടുത്തതെന്നും അതിൻ്റെ കാര്യങ്ങളെല്ലാം. പിന്നെ കുറച്ച് കാര്യം കൂടിയുണ്ട്. എൻ്റെ ഭാര്യയുടെ വിലപിടിപ്പുള്ള ഫോൺ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓ പിന്നെ ഓനിപ്പോൾ വന്നിക്കാണ്. പൊന്നു സാറേ, ഇത്രയും ദിവസമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വെച്ചാൽ എത്ര ദിവസമായി? എൻ്റെ മോള് ഗർഭിണിയായപ്പോൾ ഇട്ട് പോയതാണ്. ഗർഭിണിയായ പെണ്ണിനെ അങ്ങനെ ഇട്ടു പോകാൻ പാടുണ്ടോ? ഇല്ല. ഗർഭിണിയായ സ്ത്രീയെ അവന് അവിടെ ഉപേക്ഷിച്ച് പോയി. പ്രസവത്തിനും കാര്യത്തിനും ഒന്നിനും ഓൻ വന്നില്ല. ഞാൻ തന്നെയായിരുന്നു കഷ്ടപ്പെട്ടിരുന്നത്. ഇപ്പം മോൾക്ക് മയക്കുമരുന്ന് കൊടുത്തു പറഞ്ഞ് വന്നിക്കണ്. എൻ്റെ പൊന്നു സാറേ, എല്ലാം നോക്കിയത് ഞാൻ തന്നെയാണ്. സുഖമില്ലാത്ത സമയത്തും ഞാൻ തന്നെ. ഓൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല സാറേ, ഓൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എൻ്റെ മരുമകനാണ്, കാര്യമൊക്കെ ശരി തന്നെയാണ്. എൻ്റെ മകളെ നോക്കിയിട്ടേ ഇല്ല. ഞാനിപ്പോൾ ഒരു ഉറക്ക ഗുളിക കൊടുത്തതാണോ പ്രശ്നം? ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നതിന് വേറെ ഒന്നും നിങ്ങൾക്ക് പറയാനില്ലല്ലോ അല്ലേ? തിരിഞ്ഞു നോക്കിയിട്ടില്ല സാറേ. ഇതിനൊക്കെ ഇനി എത്ര നഷ്ടപരിഹാരം ഓനോട് വാങ്ങണം? പെട്ടെന്നതാ നവാസ് ചോദിക്കുന്നു. തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾക്കുള്ള പൊന്നു സാറേ, ചെലവിനൊന്നും 5 പൈസ തന്നിട്ടില്ല. എന്നാൽ നവാസ് അതൊരിക്കൽ പോലും പറയാൻ വേണ്ടി വിചാരിച്ചിരുന്നില്ല. പക്ഷേ അവരത് പറയിപ്പിച്ചു എന്ന് തന്നെ പറയാം. പൊന്നാര സാറേ, കെട്ടി പള്ളിയിലുണ്ടാക്കി കണ്ട് ഇവിടെ കൊടുന്നിട്ട് പോയതാണ്. തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓനും എൻ്റെ കൂട്ടക്കാരും പീഡനമായിരുന്നു എൻ്റെ കുട്ടിക്ക്. അത്രക്കും പീഡനം കൊണ്ട് പിന്നെ ഒരു വിളി പോലും ഓന് നടത്തിയിട്ടില്ല. ഓനിപ്പോൾ ന്യായീകരിക്കാൻ വന്നിക്കണു. കുഞ്ഞിക്കതിയ നേരെ നവാസിൻ്റെ നേരെ ചൂണ്ടി അങ്ങനെ പറഞ്ഞു. സൈലന്റ് പ്ലീസ്, സൈലന്റ്. കോടതി നിശബ്ദമാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. സൈലന്റ് പ്ലീസ്, സൈലന്റ്. പിന്നെ എന്തൊക്കെ തന്നെയാലും നിങ്ങൾ ഭാര്യയെ എന്തുകൊണ്ട് നോക്കിയില്ല? അതെ, നവാസിൻ്റെ നേരെ ക്വസ്റ്റ്യൻ വരുന്നു. ഭാര്യയെ ഞാൻ നോക്കാഞ്ഞിട്ടുള്ള സർ. ഇവർ പിടിച്ച് പറിച്ച് കൊണ്ടുപോയതാണ്. ഞാൻ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം എന്നുള്ളത്.
പക്ഷേ ഇവർ സമ്മതിച്ചില്ല. ഇവർക്ക് അപ്പോഴന്നെ വാശി, വീട്ടിൽ നിൽക്കരുത് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ എൻ്റെ പാട്ടിന് പോയി. ഓഹോ, അപ്പോൾ ചെലവിന് കൊടുക്കണം എന്നൊന്നും നിങ്ങൾക്കറിയില്ലേ? ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിയുന്നവർ വിവാഹം കഴിച്ചാൽ മതി എന്നല്ലേ ഇപ്പോഴത്തെ നിയമം? സർ, അതെ, അത് ആദ്യമേ ഞങ്ങളുടെ ഇസ്ലാം ദീനിലുണ്ട്. ചിലവിന് കൊടുക്കാൻ കഴിയുന്നവർ വിവാഹം കഴിക്കൂ എന്നുള്ളത്. കൊടുക്കാൻ കഴിയാത്തവർ വിവാഹം കഴിക്കണ്ട, മഹർ കൊടുക്കാൻ കഴിയുന്നവരും വിവാഹം കഴിക്കൂ എന്നാണ് ഇപ്പോഴത്തെ നിയമം. ഇതിപ്പോൾ ഇങ്ങനെ വന്നിരിക്കും, പക്ഷേ ആദ്യമേ ഞങ്ങൾക്കതറിയാം. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഒരിക്കലും ചിലവിന് കൊടുക്കാതിരുന്നിട്ടില്ല. പൊന്നു സാറേ, നിങ്ങളെ വിശ്വസിക്കല്ലേ കേട്ടോ, നിങ്ങളെ വിശ്വസിക്കല്ലേ പൊന്നാര സാറേ. എന്താ എൻ്റെ കൈമത്ത വളാണ് ഊരി കൊടുത്തത് ആശുപത്രിയിൽ ബില്ലടക്കാൻ. ചിലവിന് എന്നല്ല, ഒന്നിനും 5 പൈസ ഓൻ തന്നിട്ടില്ല. എന്നാൽ അത് കേട്ടപ്പോൾ നവാസ് ഒന്ന് ഞെട്ടിപ്പോയി. സൗദനോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, ഓള് പെരും പട്ടിണിയും പായോരേനു. ഹോസ്പിറ്റലിലത്തെ ബില്ലടക്കാൻ വരെ പൈസ ഇല്ലായിട്ട് എൻ്റെ വളാണ് ഞാൻ ഊരി കൊടുത്തത്. ശരിക്കും നവാസിൻ്റെ മുമ്പിൽ നിന്ന്, അതെ, നവാസിനെ ആളുകളുടെ മുമ്പിൽ നിന്ന് കുഞ്ഞിക്കതെ ശരിക്കും നാണം കെടുത്തി. ശരിയാണ് സാറേ നിങ്ങൾ പറഞ്ഞത്. അതായത് ചെലവിന് ഭാര്യയ്ക്ക് കൊടുക്കാൻ കഴിയണോല് വിവാഹം കഴിക്കും. ഇവൻ എന്ത് തേങ്ങ തന്നത്? ഇവനിതാ പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കാണ്ട് പള്ളിയിലുണ്ടാക്കി ഇവിടെ കൊടുന്നാണ്ട് ഇട്ടു. ഗർഭിണിയായിക്കാണ്ട് ഇവിടെ കൊടുന്നാണ്ട് ഇട്ടു. എന്നിട്ടോ ഒരു 5 പൈസ ഇല്ല. ശരിക്കും നവാസ് ഞെട്ടിപ്പോയി. റബ്ബേ, ഒരു ഷോപ്പിൻ്റെ മുഴുവൻ, അതും വലിയ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുഴുവൻ റവന്യൂവും അത് കയറുന്നത് സൗദിയുടെ അക്കൗണ്ടിലേക്കായിരുന്നു. പക്ഷേ സൗദിയുടെ കയ്യിൽ ആ ഒരു ഫോണില്ല എന്നുള്ള സത്യം എനിക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നാൽ അപ്പോൾ തന്നെ ചോദിച്ചു കുഞ്ഞിക്കതിയോട്, അല്ല, സൗദിയുടെ ഫോൺ എവിടെ? അവൾക്ക് ആവശ്യമുള്ളതും അപ്പുറവും നിങ്ങൾക്ക് കഴിയാനുള്ളതും അതിനപ്പുറവും ലക്ഷക്കണക്കിന് രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന് വീഴുന്നത്. നിങ്ങളെന്താ പറഞ്ഞേ? ഞാൻ ചെലവിന് കൊടുക്കില്ല എന്നോ? സാർ, ഇതാ. അപ്പോൾ തന്നെ അതാ നവാസ് ആ ഒരു തെളിവെടുത്ത് കാണിച്ചു കൊടുത്തു. അവൻ്റെ ഷോപ്പിൻ്റെ മുഴുവൻ വരുമാനങ്ങളും ഓരോ മാസവും സൗദിയുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന ആ ഒരു ക്യാഷും തെളിവടക്കം. സർ, ഇതെല്ലാം പോകുന്നതാണ് ഓരോ മാസം എന്നും അല്ല, ഓരോ മാസം അതിൻ്റെ ലാഭത്തുക പോരാത്തതിന് ഡെയിലി ബിസിനസ് ചെയ്യുന്ന ക്യാഷ്. അതായത് ഓരോ ലാഭവും ഞാൻ അതിൽ നിന്ന് 5 ക്യാഷ് എടുക്കുന്നില്ല. എൻ്റെ ഹൈപ്പർ മാർക്കറ്റ്, അതും ദുബായിലുള്ള മെഹ്റാൻ ഹൈപ്പർ മാർക്കറ്റിൽ, അത് എൻ്റെതാണ്. ആ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുഴുവൻ റവന്യൂയും അങ്ങോട്ടാണ് പോകുന്നത്, ആ അക്കൗണ്ടിലേക്ക്. ശരിക്കും കുഞ്ഞിക്കതി ഒന്ന് ഞെട്ടി. സാറേ, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടോ, ഇനി കൈ കിട്ടിയിട്ടില്ല. കൈ കിട്ടിക്കണമെന്നല്ല ഞാൻ പറയാം. കുഞ്ഞിക്കതിയാ, നിങ്ങൾ കളവ് പറയരുത്. കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂന്ന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ? സർ, എനിക്കും ചിലത് പറയാനുണ്ട്. അതായത് ഇവർക്ക് മാസങ്ങളായിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ ഷോപ്പിൽ നിന്ന് മുഴുവനായിട്ടുള്ള ക്യാഷും നേരെ ആ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അതായത് എൻ്റെ ഭാര്യ സൗദയുടെ, കണ്ടോ തെളിവിതാ, സൗദയുടെ ഈ ഒരു അക്കൗണ്ടിലേക്കാണ് ഓരോ മാസം എന്നല്ല, ഓരോ ദിവസം പോലും. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന് ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. ലാഭമായാലും നഷ്ടമായാലും. പക്ഷേ എൻ്റെ ആ ഹൈപ്പർ മാർക്കറ്റിൽ ഒരിക്കലും നഷ്ടം വരാറില്ല. എപ്പോഴും സ്ഥിരമായി അറബികൾ കയറി ഇറങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ എന്നും ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എന്നിട്ട് പോലും ഞാനത് 5 പൈസ ഞാൻ എടുക്കാതെ അത് ഫുള്ളായിട്ട് അവർക്ക് വേണ്ടിയിട്ട്, അതായത് എൻ്റെ ഭാര്യയുമായി ഞാൻ പിണക്കത്തിലാണെങ്കിലും, പിണക്കത്തിന് കാരണം സാറിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യം ഞാൻ പറഞ്ഞതൊന്നും അവർ കേട്ടില്ല, അവരവരുടെ ഇഷ്ടത്തിൽ നടന്നു. പിന്നെ കുറച്ച് ചെറിയ പ്രശ്നങ്ങളും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഞാൻ ചിലവ് മുടക്കിയിട്ടില്ല. അവർ അക്കൗണ്ടിലേക്ക് വന്ന് കയറുന്ന ദിവസം തന്നെ ലക്ഷങ്ങളായിരിക്കും. അത്ര ബിസിനസ് നടക്കുന്നതാണത്. ചിലവിന് കൊടുത്തില്ല, 5 പൈസ തരില്ല നീ സ്ത്രീ പറയുന്നതിനോട് ഒട്ടും ഞാൻ യോജിക്കുന്നില്ല. തെളിവിതാ. അങ്ങനെ അതാ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വിധി മാറി മറിയുകയാണ്. ഓഹോ, അപ്പം നിങ്ങൾ കോടതിയിൽ കയറി ഇത്രമാത്രം കളവ് പറയുകയാണോ ഈ സ്ത്രീ? എന്താ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവോ? ശരിക്കും അതാ ജഡ്ജിയുടെ ആ ചോദ്യം. എന്നാൽ അതാ അപ്പോഴേക്കും ആൻ്റണി വക്കീലിന് ടെൻഷനായി തുടങ്ങി. കാര്യം അടുത്ത 1.5 ലക്ഷത്തിൻ്റെ ആ ഒരു വള കൂടി കൈക്കലാക്കാനുള്ളതാണ്. ഒന്നേ ഇപ്പോൾ കിട്ടിയുള്ളൂ.
എന്നാൽ അതാ കുഞ്ഞിക്കതിയ ആൻ്റണി വക്കീലിനോട് പറഞ്ഞു, അതെ, എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി ഒപ്പിച്ച് നവാസിനെ പൂട്ടണം, അല്ലെങ്കിൽ ദാ ഇപ്പം തന്നെ വള പിടിച്ചോളൂ. അതെ, അടുത്ത കേസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആൻ്റണി വക്കീലും കുഞ്ഞിക്കതിയും ഒരു ഗൂഢാലോചന. ഇത് സാറേ, ഇത് പൊടിച്ചോളി, നിങ്ങൾ നമ്മളെ വിജയിപ്പിക്കട്ടോ. കുഞ്ഞിക്കതിയാ, നിങ്ങൾ ഒരുപാട് കളവുകൾ പറഞ്ഞു എന്ന് വിചാരിച്ച് വിജയിക്കണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ മേത്തുള്ള മുഴുവൻ സ്വർണ്ണം തന്നാലും നിങ്ങൾ വീട് തന്നാലും സ്ഥലം തന്നാലും ഓക്കെ, പക്ഷേ തെളിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും, തെളിവില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാം. ഇത് തെളിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പൊന്നാര ആൻ്റണി സാറേ, എന്താ നിങ്ങളിങ്ങനെ? ഞാനിതാ ഇനിയും നിങ്ങൾക്ക് തരാമല്ലോ, സ്വർണ്ണം ഞാൻ തരാം. നിങ്ങളെ വിട്ടു കൊടുക്കില്ല, എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി. പറഞ്ഞോളി. അതായത് സൗദ നവാസിനെ വെറുക്കാൻ കാരണം മറ്റൊന്നുമല്ല, നവാസ് സൗദൻ്റെ അനിയത്തി ഹസീനാക്ക് നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടും അവരുമായി പല ബന്ധങ്ങളും അവൾ കണ്ടതുകൊണ്ടാണ് സൗദ പോകാതിരുന്നത്. അത് മതി അവിഹിതം. അതൊരാളെ പേരിൽ പറഞ്ഞു വിട്ടാലേ വെറുതെ ആവില്ലല്ലോ. എന്നാൽ ഈ സമയം വീണ്ടും കോടതിയിൽ ചർച്ചകൾ. കുഞ്ഞിക്കതിയ, പറയൂ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കളവ് പറഞ്ഞു കൂട്ടിയത്? ഇത്രയധികം ക്യാഷ് എവിടെ പോയി? പൊന്നാര സാറേ, എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മകള് അവിടെ നിന്ന് നിങ്ങളെ വീട്ടിലേക്ക് വന്നത്? നിങ്ങൾ എന്താണ് അവളോട് പറഞ്ഞത്? നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാണ് അവൾ വീട്ടിലേക്ക് വന്നത് എന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. എൻ്റെ പൊന്നാര സാറേ, എന്തിനാണ് ഇങ്ങനെ എൻ്റെ പൊന്നെ നവാസെ, എന്തിനാണ് ഈ കേസ് ഇങ്ങനെ അട്ടിമറിച്ചണത്? ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ, ബഹുമാനപ്പെട്ട കോടതി, നിങ്ങളിതൊന്ന് കേൾക്കി. എൻ്റെ പൊന്നു മോള് സൗദിനെ ഞാൻ കെട്ടിച്ച് കൊടുക്കാനൊക്കെ കെട്ടിച്ചു, ഓള് ഗർഭിണിയായി. എന്നാലോ ഇവർ രണ്ടാളും ഗൾഫിൽ പോയി നിരന്തരം അതാ ഈ നവാസ് എന്ന് പറഞ്ഞ ഈ ഒരുത്തനെ, എൻ്റെ മോളുണ്ട് ഹസീന, ഞാൻ നേരത്തെ പറഞ്ഞ ഹസീന, ഒളിച്ചോടിപ്പോയി ഹസീന. ആ ഹസീനക്ക് ഇവന് നിരന്തരം മെസ്സേജ് അയക്കുക, വിളിക്കുക. അതിലിവളും നൊന്തു. ശരിക്കും സൗദക്ക് മനം നൊന്തു. അവൾ വിളിച്ച് പറഞ്ഞതിനോട്, പൊന്നാരുമ്മ, ഹസീനക്കാണ് ഇക്കങ്ങനെ വിളിച്ച് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണ്, മെസ്സേജ് അയക്കണ്, ഫോട്ടോ അയക്കണ്, വീഡിയോ കോൾ ചെയ്യണേ. ഇതൊക്കെ ഞാൻ കണ്ട് ഇടങ്ങാറാകണ്. ആദ്യത്തെ പ്രാവശ്യം എനിക്കറിയില്ലായിരുന്നു. പിന്നെ രാത്രി ഇങ്ങനെ വിളിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത് വീഡിയോ കോളിൽ ഹസീന. ഞാൻ ഹൃദയം പൊട്ടിപ്പോയി. ഞാൻ അപ്പം തന്നെ എൻ്റെ മോളിനെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊന്നു മോളെ വന്നിട്ട് ഇങ്ങോട്ട് പോര്, ഇനി ഓൻ്റെ കൂടെ ജീവിക്കണ്ട, ഓൻ അത്തരക്കാരിയല്ല, ഓന് അത്ര നല്ല ആളൊന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് ഓളോട് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞത്. എന്നാൽ അത് കേട്ട നവാസ് ഞെട്ടിത്തെരിച്ചു. റബ്ബേ, ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ്, എനിക്കൊട്ടും. എന്നാൽ ആൻ്റണി വക്കീൽ അപ്പോഴേക്കും ഇടപെട്ടു. അതെ, ഇതൊന്നും പച്ചക്കള്ളത്തിൽ പെടില്ല. അതായത് നിങ്ങൾ എന്തിനാണ് ഭാര്യയുടെ അനിയത്തിനൊക്കെ വെറുതെ ഇതാക്കാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഭാര്യ പോരാത്തിന് വേറെ ഒരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് ഇത്രയധികം? നിങ്ങൾക്ക് എന്താ കാമഭ്രാന്താണോ? ശരിക്കും ആൻ്റണി വക്കീലിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ നവാസ് ശരിക്കും ഒന്ന് പെട്ടു. അത് സർ, ഒരിക്കലും. എന്നാൽ അപ്പോഴേക്കും കോടതി വിധി. ഓഹോ, അതുകൊണ്ടാണല്ലേ സൗദ അങ്ങനെയായി തീർന്നത്? ഓക്കെ, എന്താണ് ഇങ്ങനെ എത്ര കേസാണ് കേൾക്കുന്നത്? നിങ്ങൾ ഒരുപാട് ക്യാഷ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പലർക്കും ഭാര്യയെ പോരാ, മറ്റ് പെണ്ണുങ്ങൾ, അതും സ്വന്തം അനിയത്തിനൊക്കെ പ്രേമിച്ച് ഇതൊക്കെ മനം നൊന്ത് ആ കുട്ടിക്ക് അങ്ങനെ അസുഖമായിരിക്കും. പൊന്നു സാറേ, സത്യമായിട്ടും ഓൻ്റെ ഇതിൽ മനം നൊന്താണ്. ഓൻ വിഷമിച്ച് പിന്നെ അതിന് ശേഷം വിളിയും തെളിയൊന്നുമില്ലല്ലോ. ഓൻ്റെ സ്വഭാവത്തിൽ മനം നൊന്തു. അല്ലെങ്കിലും എൻ്റെ പൊന്നു സാറേ, ഏതെങ്കിലും ഭാര്യമാരുണ്ടാകുമ്പോൾ മറ്റൊരു പെണ്ണിനായിട്ട് ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനൊക്കെ ആർക്കും ചെയ്യാൻ മനസ്സ് വരുമോ? അങ്ങനൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യരുതല്ലോ. നവാസിൻ്റെ മുഖം വല്ലാതെയായി, അവൻ്റെ മുഖമാകെ മാറി മറിയുന്ന പോലെ. എന്നാൽ അതാ കോടതി വിധി. അത് ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഗർഭിണിയായ ഒരു സ്ത്രീ, ഈ ഒരു സ്ത്രീയുടെ അനിയത്തിയുമായി നിങ്ങൾ കൊഞ്ചിക്കൊഴിയെ കോൾ ചെയ്യുക, അവൾ കാണുന്നത് വിഷമാകുക. പൊന്നു സാറേ, ഓൾക്ക് അതിൻ്റെ ശേഷം മാനസിക നില തെറ്റി, സുഖമില്ലാതായി, കുറേ ആശുപത്രിയിൽ കിടന്നു. ഇങ്ങനെയൊക്കെ ഓളെ ജീവിതം അങ്ങനെ അങ്ങോട്ടായി. അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക? കുഞ്ഞിക്കതിയും കല്ല് വെച്ച നുണ പറയുന്നു കൂടെ അതാ വക്കീലും. എന്നാൽ അതിനിടയിൽ കുഞ്ഞിക്കതിയ അവരുടെ കഴുത്തിലെ മാല പതുക്കെ പിടിച്ചു പൊക്കുന്നതും കണ്ടു. അത് ആൻ്റണി വക്കീലിനെ കാണിക്കുന്നു. അതെ, ആൻ്റണി വക്കീലെ, ഇതിൽ ജയിപ്പിക്കണം. ജയിപ്പിച്ചു കഴിഞ്ഞാൽ നവാസിനെ അടക്കം ജയിലിൽ കയറ്റണം.
ജയിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും മാല, ഈ 4 പവൻ്റെ മാല ആൻ്റണി വക്കീലിന് കൊടുക്കുമെന്നുള്ള രീതിയിൽ അവൾ മോഹിപ്പിച്ചു. എന്നാൽ പണക്കൊതിയനായ ആൻ്റണി പറഞ്ഞു, അതെ സർ, ഏതായാലും ഗർഭിണിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നത് മാത്രമല്ല, അവളുടെ അനിയത്തിയുമായി അവിഹിതത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം അവൾക്ക് മാനസിക നില ആകെ തകർന്ന് അവളെ വളരെയധികം മോശമായ രീതിയിൽ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു പെണ്ണിനെ എത്രമാത്രം കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ സർ? ഈ ഒരു ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ പറയുകയാണ്, ഇത്രയധികം ഒരു പെണ്ണിനെ വിഷമിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ലേ? എത്രയൊക്കെ തന്നെയായിരുന്നു. എന്നിട്ട് അവൻ മറ്റൊരു വിവാഹം കഴിച്ച് വേറൊരു ഫാമിലിയുടെ കൂടെയാണ് ജീവിക്കുന്നത്. അവൻ മറ്റൊരു ഫാമിലിയുമായി ഗൾഫിലേക്ക് പോവുകയും അങ്ങനെ ഇവളെ ഇവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. അതും ഗർഭിണിയായ ഒരു പെണ്ണിന് പ്രസവത്തിന് പോലും ഒരാളുമില്ലാതെ കഷ്ടപ്പെട്ടു. അവിഹിതം നടന്നു പല രീതിയിലും. ശരിക്കും നവാസിനെ ഉത്തരം മുട്ടിപ്പോയി. അതെ, ഒരാളെക്കുറിച്ച് അവിഹിതമെന്ന് പറഞ്ഞാൽ റബ്ബേ, ഒരാൾക്കും അത് സഹിക്കില്ല. അതെ, നെഞ്ച് പൊട്ടുന്ന വേദനയായിരിക്കും അത്. അതും ഒരു തെറ്റും ചെയ്യാത്ത തന്നെ കൊണ്ട് ഇത്രമാത്രം മോശമായ രീതിയിൽ പറയുന്നു. ശരിക്കും അവിഹിതം അല്ലേ? ഇതാണ് എല്ലാ കുടുംബ പ്രശ്നത്തിനും കാരണം. നവാസ്, നിങ്ങൾ ചെയ്തത് തികച്ചും മോശമായ കാര്യമാണ്. ഗർഭിണിയായ പെണ്ണിനെ അവിടെ വെച്ചിട്ട് നിങ്ങൾ സ്വന്തം ഭാര്യയുടെ അനിയത്തിയോടുമായി ഭയങ്കര സംസാരവും ചിരിയും അവളുമായി അവിഹിത ബന്ധമൊക്കെ ആകുമ്പോഴേ ഏതൊരു പെണ്ണിനും മാനസിക നില തെറ്റിപ്പോകൂലേ? പറയൂ, മാനസിക നില തെറ്റിപ്പോകൂലേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾക്ക് ഈ പണമുള്ളവർക്കാണല്ലോ അഹങ്കാരമൊക്കെ കൂടുതൽ. പണമുള്ളവർക്ക് എന്തുമാവാം എന്നാണ്. ശരിക്കും കോടതി അത് അവനോട് പറയുമ്പോൾ നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇവിടെ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. തെറ്റുകൾ ചെയ്യുമ്പോൾ ഓർക്കണം, ഒരു ഭാര്യയൊക്കെ പോരുടൂ. എന്തിനാ 2, 3? ഇത്രയ്ക്കും നിനക്ക് ക്ഷമയില്ലാത്ത ആളാണോ? ഒരു ഭാര്യ ഗർഭിണിയാകുമ്പോൾ നേരെ ഭാര്യയുടെ അനിയത്തിക്ക്. ശരിക്കും നവാസിനെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ ആൻ്റണി വക്കീലും കുഞ്ഞിക്കതിയും പറഞ്ഞപ്പോൾ ജഡ്ജിയും വക്കീലും ആകപ്പാടെ അവൻ്റെ മുഖത്തേക്ക് ഒരു മോശമായ രീതിയിൽ നോക്കി. എന്താണിതൊക്കെ? എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഒരു കുട്ടിയെ നിങ്ങൾ കോമാ സ്റ്റേജിലേക്ക് തള്ളിയിട്ടതും മാനസിക രോഗിയാക്കിയതും എല്ലാം അപ്പോൾ എല്ലാത്തിൻ്റെ ഏജൻറ് നിങ്ങളാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കുഞ്ഞിക്കതിയ മനസ്സിൽ സന്തോഷിച്ചു. എൻ്റെ റബ്ബേ, രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ആൻ്റണി വക്കീലിനെ അവളൊന്ന് നോക്കി പുഞ്ചിരിച്ചു. സാറേ, നിങ്ങൾക്ക് ഞാൻ ഒക്കെ തരും. നിങ്ങൾക്ക് ഞാൻ എന്തും തരും. ഇന്നത്തിന് ഞങ്ങൾക്കാണ് തരും. എൻ്റെ പൊന്നും പണ്ടും മാത്രമല്ല, എല്ലാം ഞാൻ തരും സാറേ. മാണെങ്കിൽ എൻ്റെ മോളെ ഞാൻ കെട്ടിച്ചും തരും. എൻ്റെ ഹസീനാനെ അവളുണ്ട് വരട്ടെ. അവരുടെ മനസ്സിൽ പല പല ചിന്തകൾ. അതെ, ഓരോന്ന് ബുദ്ധിയില്ലാതെ പുലമ്പുന്നു കുഞ്ഞിക്കതിയ. ശരിക്കും ആൻ്റണി വക്കീൽ അവരെ നോക്കി. അതെ, അവർ തമ്മിൽ ശരിക്കും ഒത്തുകളിയുണ്ട്. ഗർഭിണിയായിട്ടും ഇവളെ പീഡിപ്പിച്ചു എന്നും ഇവരുടെ മകളെ പീഡിപ്പിച്ചു എന്നും. അതെ സാറേ, ഗർഭിണിയായിട്ട് എൻ്റെ കുട്ടിയെ നല്ലോണം തല്ലിയിക്കണല്ലോ, ഗൾഫിൽ നിന്ന് തല്ലിയിക്കണേ. പിന്നെ ഇവിടുന്ന് ഞാൻ വീട്ടിലേക്ക് പോട്ടെ ചോദിച്ചപ്പോൾ നല്ലോണം തല്ലിയിക്കണമെന്ന് പറഞ്ഞു. എന്താ ചെയ്യുക, വരുമ്പോൾ എൻ്റെ മോളെ പുറത്ത് പാട്, കൈമൽ പാട്. ഗർഭിണിയായ പെണ്ണല്ലേ, കയ്യിനും കാലിനും പാട്. പിന്നെന്താ, വിഷം കുടിപ്പിക്കാൻ വരെ നോക്കിയെന്നൊക്കെ പറഞ്ഞു കേട്ടീന്. ശരിക്കും കോടതി ഞെട്ടിപ്പോയി. അതെ, നിങ്ങൾ ഇത്രക്കൊരു ക്രൂരനാവാൻ പാടില്ലായിരുന്നു. എന്തായാലും നിങ്ങൾക്കുള്ള വിധി. എന്നാൽ നവാസ് പിന്നെ ഒന്നും മിണ്ടിയില്ല. കാര്യം പച്ചക്കള്ളമാണ് ഇവർ പറയുന്നത്. ഒരു നിമിഷം നവാസ് മൗനം പാലിച്ചു. അതെ, അള്ളാഹിൻ്റെ കോടതി ഉണ്ടല്ലോ, അള്ളാഹുവിൻ്റെ കോടതി ഉണ്ട്. അവിടെ ആരാണ് തെറ്റ് ചെയ്തത്, ആരാണ് കളവ് പറഞ്ഞത്, പടച്ചോൻ്റെ കോടതിയിൽ തെളിയും. ഇത് ദുനിയാവല്ലേ? ദുനിയാവിൻ്റെത് ഇങ്ങനെ തന്നെയാണ്. ദുനിയാവ് എന്ന് വെച്ചാൽ അതെ വഞ്ചനയാണ്. ദുനിയാവ് വഞ്ചികയാണ്. ഇവിടെ എത്രയൊക്കെ തന്നെ നല്ല രീതിയിൽ നടന്നാലും നമ്മളെ വഞ്ചിക്കാൻ എല്ലാവരും ഉണ്ടാവും. ചതിയാണ്, ദുനിയാവിൻ്റെ ചതിയാണിത്. അള്ളാഹുവിൻ്റെ കോടതിയുണ്ട്, എന്നെ പടച്ച റബ്ബിൻ്റെ കോടതി. ആ കോടതിയിലെല്ലാം തെളിയും. അതെ, അവൻ മനസ്സിൽ പറയുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട ഗർഭിണികളോട്? വീണ്ടും കോടതിയുടെ നിർദ്ദേശം. പെട്ടെന്ന്, ആരാ സാറേ? ആരാണ് ഗർഭിണിയെ പീഡിപ്പിച്ചത്? ശരിക്കും കോടതിയിലെ ആളുകളെല്ലാം അങ്ങോട്ട് നോക്കി. അതാ സാറേ, ആരാണ് കോടതിയിൽ? നമുക്ക് വക്കീലില്ല, നമ്മളെ തന്നെ അങ്ങ് പ്രതികളാക്കി മാറ്റുകയാണ്. സാർ, ആരാണ് ഗർഭിണിയെ പീഡിപ്പിച്ചത്? ശരിക്കും കടന്നു വരുന്നു ഷമ്മാസ്.
ഷമ്മാസിൻ്റെ ആ ഒരു വരവ് ശരിക്കും കോടതിയെ വരെ തന്നെ ഞെട്ടിച്ചു. സർ, എനിക്കും ചിലത് പറയാനുണ്ട്. നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അനിയനാണ് ഞാൻ. ആരാണ് ഗർഭിണിയെ പീഡിപ്പിച്ചത്? എന്നാൽ ഷമ്മാസിനെ കണ്ടപ്പോൾ കുഞ്ഞിക്കതിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. ചങ്ങായി ഇപ്പം എന്തിനെ കയറി വന്ന ഇങ്ങോട്ട്? ഇവനെക്കുറിച്ച് ഞാൻ കേസെടുത്തു. സാറേ, ഇവനെ എൻ്റെ മോളെ നട്ട പാതിരാക്ക് കാറിൽ കയറ്റി കൊണ്ടേക്കണ് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞിക്കഥ ഷട്ടപ്പ്, വായ തുറന്നു പോരുത്. എന്തിനാ നിങ്ങളെ മോളെ ഞാൻ കൊണ്ടുപോയത്? അതേ, വയറുവേദന എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിട്ട്, എന്നിട്ട് ഞാൻ കാറിലിട്ട് കൊണ്ടുപോയി നേരെ ഹോസ്പിറ്റലിലേക്കാണ്. ആ ഹോസ്പിറ്റലിലെ ബില്ലടക്കം എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. എന്താ തെളിവല്ലേ നിങ്ങൾക്ക് വേണ്ട സർ? ഇതാ, ഞാൻ ഇതൊക്കെ കണ്ടറിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. അതെ, എല്ലാം ഞാൻ തള്ളിക്കളയാറില്ല. എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ട് വിചാരിച്ചിട്ടേ ഇതാ ഇവളുടെ കാണിച്ച ലിസ്റ്റ് ഞാനത് ശരിക്കും എൻ്റെ ഫോണിലത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫയലാക്കിയിട്ട്. സർ, ഇത് നോക്കൂ. എന്തായിരുന്നു അവളുടെ അസുഖം? ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കൊണ്ടുപോയത്. അല്ലാതെ ഒരിക്കൽ പോലും അവളെങ്ങനെ സ്നേഹിക്കാനോ അവളെ കൊണ്ടുപോകാനോ എന്നല്ല. എനിക്കെന്തിന് പത്തരമാറ്റുള്ള ഭാര്യ എനിക്കുണ്ട്. അല്ലാതെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഞാനൊരു ഏട്ടത്തിയുമ്മയുടെ സ്ഥാനത്താണ് കണ്ടത്. അല്ലാതെ ഒരിക്കലും ഒരു കാമുകിയായിട്ടല്ല. എനിക്കതിന് കഴിയൂല. അയ്യേ, നിങ്ങളെപ്പോലത്തെ നാണം കെട്ട പ്രവർത്തിക്കൊന്നും ഇന്നെ കിട്ടൂല. ശരിക്കും ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നവാസ് വരെ ഞെട്ടിപ്പോയി. കുഞ്ഞിക്കതിയുടെ വായ അടഞ്ഞു. സർ, നിങ്ങളെന്താ പറഞ്ഞത്? ഞാനത് കേട്ടിരുന്നൊക്കെ. ഗർഭിണിയെ ഉപദ്രവിച്ചു, എന്നിട്ട് ഭാര്യയുടെ അനിയത്തിയെ പാട്ടിലാക്കിയെന്നോ വിളിച്ചെന്നോ? എൻ്റെ ഇക്ക അങ്ങനൊന്നും ചെയ്യില്ല. എൻ്റെ ഇക്ക അന്തസ്സോട് കൂടി ജീവിച്ചിട്ടുള്ളൂ. അന്ന് എൻ്റെ ഇക്ക പറഞ്ഞൊരു വാക്കുണ്ട്. അതായത്, സൗദ, നിനക്ക് അടുത്ത ആഴ്ച പോകാൻ ഞാൻ കൊണ്ടുവിട്ട് തരാം. പ്രസവത്തിന് കൊണ്ടുപോകലാണ്. പക്ഷേ വാശി ഇവരുടെ ഉമ്മാക്ക് പിടിച്ചു വലിച്ച കൊണ്ടുപോയത്. അല്ലാതെ എൻ്റെ അത്രക്കും പാവമായ സിറ്റുവേഷനിൽ കഴിഞ്ഞിരുന്ന ഇവരെ നല്ലൊരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് എൻ്റെ ജ്യേഷ്ഠനാണ്. പെട്ടെന്ന് തന്നെ ഷമ്മാസ് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇതാണ് അവരുടെ പഴയ വീട്. നെക്സ്റ്റ് പുതിയ വീട് ഇതാണ്, ഈ ബംഗ്ലാവ്. ഇത്രക്കും നല്ലൊരു വീടും ഇതിൽ ഇൻ്റർലോക്കും ചുറ്റുഭാഗത്തും ഫുള്ള് നല്ല ഹൈ ലെവലുള്ള കാറും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി സെറ്റാക്കി കൊടുത്തത് എൻ്റെ ജ്യേഷ്ഠനാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ ക്യാഷാണ്. പക്ഷേ ഇവർക്കെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴേ വേറെ പലതും അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ ഓപ്പൺ ചെയ്യാം. സർ, പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ചെലവിന് കൊടുക്കാത്ത കഥയൊന്നും പറയണ്ട. എത്ര എൻ്റെ ജ്യേഷ്ഠൻ്റെ ഫുൾ ഷോപ്പിൻ്റെതും ആ ഒരു ഷോപ്പിൻ്റെ ഫുൾ പേയ്മെൻറ്റും അവൾക്കാണ് പോകുന്നത്. പക്ഷേ ആ ഫോൺ, ആ അക്കൗണ്ട് ഇവരുടെ കയ്യിൽ ആരുടെ കയ്യിലുണ്ട്. പക്ഷെ അത് സൗദക്ക് കൊടുത്തിട്ടില്ല ഒരിക്കൽ പോലും. പിന്നെ സൗദക്ക് കൊടുത്തിട്ടില്ല. നിനക്കറിയില്ല, ഞാൻ എൻ്റെ വള വിറ്റിട്ട് ഓളെ നോക്കി തന്നെ. ഒരു കുട്ടിയും തിരിഞ്ഞു നോക്കൂലേന് സാറേ. കുഞ്ഞിക്കദ്യ ഷട്ടപ്പ്. എൻ്റെ ഉമ്മയെ സാധനവുമായി ഞാനും എൻ്റെ ഉമ്മയും കൂടി ഈ സൗദിയെ കാണാൻ പോയ സമയത്ത് വിലപിടിപ്പുള്ള ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ എല്ലാ പലഹാരങ്ങളുമായി അങ്ങോട്ട് എത്തിയ സമയത്ത് ഇവരിത് വലിച്ചെറിഞ്ഞതാണ്. ഫോട്ടോ. എൻ്റെ ഉമ്മ വിങ്ങുപിട്ട് കരഞ്ഞ ഫോട്ടോ. കുഞ്ഞിക്കതിയ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന. അന്നൊന്നും മകളെ സമ്മതിച്ചില്ല. മകൾ അന്നൊക്കെ ഓക്കെ ആയിരുന്നു. ഈ സ്ത്രീയുടെ ഓരോ ഉപദേശവും അവരുടെ ബുദ്ധിമുട്ടാക്കലും കൊണ്ടാണ് അവൾ എങ്ങനെയായി തീർന്നത്. ഒരിക്കൽ പോലും ഞങ്ങൾ അവളെ ഉപദ്രവിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടേ ഉള്ളൂ. സർ, ഞങ്ങൾ അത്രക്കും പാവപ്പെട്ട രീതിയിലായിരുന്നു ഇവരെ സംരക്ഷിച്ച് ഇതെല്ലാം ചെയ്തു കൊടുത്തത് എൻ്റെ ജ്യേഷ്ഠനായിരുന്നു. പക്ഷേ ഇവർക്കതിന് നന്ദിയില്ല. അവരഹങ്കരിച്ചങ്ങ് പോയി. അതാണ് സംഭവിച്ചത്. ഷമ്മാസിൻ്റെ ആ ഒരു വാക്കെല്ലാം കേട്ട് ശരിക്കും കോടതി അങ്ങ് ഞെട്ടിവിറച്ച് പോവുകയാണ് ചെയ്തത്. ഓഹോ, അപ്പോൾ കുഞ്ഞിക്കതിയ, നിങ്ങൾ തികച്ചും തെളിവുകൾ ഇവിടെ ഹാജരാക്കിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് തെളിവിനനുസരിച്ച് നീങ്ങാൻ പറ്റുള്ളൂ. എല്ലാത്തിനും തെളിവ് വേണം. തെളിവില്ലാതെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് വെറും വാക്കുകൾ കൊണ്ട് ഒന്നും നടക്കില്ല. എന്തായാലും ഇപ്പോൾ തെളിവടക്കം ഞങ്ങൾക്ക് ഫോട്ടോയായിട്ട് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. സർ, നിങ്ങൾക്ക് ഇനി എന്ത് തെളിവാണ് വേണ്ടത്? അതെ, ഇവരുടെ മകള് സൗദ എന്ന പേരുള്ള ആ മകൾക്ക് ഇവരെ ഭയമാണ്. കാര്യം, ഉമ്മ ഉപദ്രവിക്കും, കൊല്ലും. വേണ്ട, ഉമ്മ വേണ്ട. കാര്യം എന്താ? അത്രക്കും റൂമിലിട്ട് പൂട്ടിയിട്ട് മകളെ ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഓട്ടോക്കാരനെയും വിളിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചത്, അവളെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. എത്രയോ ഡോസുള്ള മെഡിസിൻസ് കൊടുത്തിട്ട് ബ്ലഡിലാകെ കലർന്നിട്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ട അവളെ ശരിക്കും
പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാലും ശരിയാവില്ല, വർഷങ്ങൾ പിടിക്കുമെന്ന് പറയുന്ന ഡോക്ടർ. അപ്പോൾ അത്രക്കും ഡോസുള്ള മരുന്നൊക്കെ സ്വന്തം മകളെ കൊല്ലാക്കൊല ചെയ്യാൻ ഒരു കോമ സ്റ്റേജിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയ, പെറ്റ തള്ളക്ക് ഇങ്ങനെ ആക്കാൻ കഴിയുമോ? 19 വയസ്സുള്ള കുട്ടി ജനലിലൂടെ കുഞ്ഞിനെ എറിഞ്ഞു. അത് ആ കുട്ടിയുടെ ബുദ്ധിയില്ലായ്മയായിരിക്കാം. പക്ഷേ ഇത് എത്ര വയസ്സുണ്ട് ഈ താത്താക്ക്? സ്വന്തം ഭർത്താവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീണ്ടും ഭർത്താവ് ഒരു ഫാമിലിയുമായി വന്നപ്പോൾ ആ പിഞ്ചു മക്കളെയും അവരെയും വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് വഴിയാധാരമാക്കി വിട്ടു. അതും ആ പഴയ വീട്ടിൽ പോലും താമസിക്കാൻ സമ്മതിച്ചില്ല. അവർക്ക് വീട് കൊടുത്തതേ ഒരിക്കലും പൊങ്ങച്ചം പറയല്ല, ഞാനാണ്. അതായത് ആ പാവങ്ങളുടെ കണ്ണീര്, അതൊക്കെ ഈ സ്ത്രീ ശരിക്കും മോശമായ രീതിയിലാണ് എല്ലാം പറയുന്നത് ചെയ്യുന്നതും. ഈ സ്ത്രീ എന്ന് വെച്ചാൽ ഒരിക്കലും ഒരാളെ നല്ല രീതിയിൽ ജീവിക്കാനും സമ്മതിക്കില്ല. ശരിക്കും അതാ കുഞ്ഞിക്കതിയെ പറഞ്ഞു, നട്ടപ്പോൾ അതിനൊക്കെ ജിൻ്റെ മോളെ കൊണ്ടുപോയി പീഡിപ്പിച്ചു, അതിനെനിക്ക് ഒന്നും പറയല്ലേ. കുഞ്ഞിക്കതിയ, ഞാൻ പറഞ്ഞല്ലോ, ഇതാ മുഴുവൻ ഡീറ്റെയിൽസ് എൻ്റെ അടുത്തുണ്ട്. ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. എൻ്റെ ജ്യേഷ്ഠത്തി ഉമ്മയുടെ സ്ഥാനത്താണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത്, അല്ലാതൊരിക്കലും കാമുകിയുടെ സ്ഥാനത്തല്ല. മനസ്സിലായി? എനിക്കതിന് കഴിയില്ല. നിങ്ങൾ ചെയ്യുമായിരിക്കും അങ്ങനെയൊക്കെ പലതും, നിങ്ങൾക്ക് പല പ്ലാനും ഉണ്ടാവുമായിരിക്കും, പക്ഷേ അത് നടക്കില്ല. പെട്ടെന്ന് അതാ ഷമ്മാസ് പറഞ്ഞു, അല്ല കുഞ്ഞിക്കതിയ, എത്ര വള നഷ്ടപ്പെട്ടു നിങ്ങൾക്ക്? മാല പിടിച്ച് കാട്ടിക്കൊടുത്തത് ആൻ്റണി വക്കീലിന് എന്തിനായിരിക്കും? കേസിൽ വിജയിപ്പിക്കാനോ? അതേ, ഇല്ലാത്ത അനാവശ്യമായിട്ട് വിളിച്ചു പറയണ്ട കേട്ടോ. അത് കുഞ്ഞിക്കതിയ കരച്ചിലിൻ്റെ വക്കെത്തിയിരുന്നു. എന്നാൽ ആൻ്റണി വക്കീൽ അപ്പോൾ തന്നെ പറഞ്ഞു, കുഞ്ഞിക്കതിയ, ഞാനും നീയുള്ള കരാറ് മറക്കരുത്. എന്തായാലും ആ മാല കൂടി എനിക്കുള്ളതാണ്. 2 വള ഊരിക്കൊടുത്തു, ഇനി മാല കൂടിയാണ്. പക്ഷേ കുഞ്ഞിക്കതിയൊക്കെ അതെല്ലാം ആലോചിച്ചിട്ട് ആകപ്പാടെ, സാർ ഇതൊക്കെ തെറ്റാണ് കേട്ടോ. തെളിവ് എന്ന് വെച്ചാൽ ഫോട്ടോ ഇപ്പോൾ ChatGPT ചോദിച്ചാലും ജെമിനിനോട് ചോദിച്ചാലും എല്ലാവരും ഫോട്ടോ തരും. അതിപ്പോൾ ഫോട്ടോത്തിനൊന്നും പഞ്ചല്ല. നിങ്ങളിങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ. കോടതി വരെ ചിരിച്ചു പോയി. ChatGPTയിലെ ഫോട്ടോ, ഒറിജിനൽ ഫോട്ടോ, അതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിഡ്ഢികളല്ല ഞങ്ങൾ. പൊന്നാര സാറേ, നിങ്ങൾ അല്ല കുഞ്ഞിക്കതിയ, അപ്പോൾ നിങ്ങൾക്ക് ദിവസത്തിലൊക്കെ വരുന്ന ലക്ഷങ്ങളുടെ കണക്ക് അതെങ്ങനെയുണ്ട്? നവാസ് എല്ലാം കാണിച്ചു തന്നല്ലോ. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് കയറി വന്നത് നവാസിന് വല്ലാത്തൊരു ആശ്വാസമായി. അവൻ കരഞ്ഞുപോയി. റബ്ബേ, എൻ്റെ ഷമ്മാസ് ഉണ്ടായതുകൊണ്ട് അതെല്ലാം അങ്ങ് പറഞ്ഞു. എനിക്ക് ഉത്തരം മുട്ടിപ്പോയിരുന്നു. എനിക്കതിന് കഴിയുന്നില്ലായിരുന്നു. കാരണം ഒന്നുമല്ല, അവിഹിതം പറഞ്ഞപ്പോഴാണ് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയത്. കാര്യം ഒരാളും അത് സഹിക്കില്ല. ഇല്ലാത്തത് ഒരാളെക്കുറിച്ച് പറയാന്ന് വെച്ചാൽ അങ്ങേയറ്റം മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കും. എന്നാൽ ആ സമയത്തുള്ള പ്രാർത്ഥന അത് പടച്ചോൻ സ്വീകരിക്കും. ഒരു നിമിഷം അത് നവാസ് ഹൃദയം പൊട്ടിയൊന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത സമയത്ത് അപ്പോഴേക്കും അതാ നമ്മുടെ നവാസിൻ്റെ അടുത്തേക്ക് താങ്ങായും തണലായും അതാ ഷമ്മാസ് എത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ ഷമ്മാസ് ചോദിച്ചു, അല്ല സർ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല തെളിവും വേണോ? നിങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ ഇവിടെ കേസും കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, തെളിവ് ഇനി നിങ്ങൾക്ക് എത്ര വേണം? അതെ, സൗദി എന്ന പേരുള്ള ആ പെൺകുട്ടി എത്രമാത്രം ഇവരെത്തുന്ന സഹിച്ചിട്ടുണ്ടാവും. ഇല്ല സാറേ, ഞാൻ ഓലെ നോക്കിയിട്ടേ ഉള്ളൂ. എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? വേറൊന്നും ചെയ്തില്ലല്ലോ. വേറൊന്നും ചെയ്തില്ല, എന്തിനാണ് ഇങ്ങനെ ഇടങ്ങാറാക്കണെന്നെ? വേറൊന്നും ചെയ്തില്ലല്ലേ? ഓക്കെ, ഞാൻ പറയാം. അതിൻ്റെ കറക്റ്റ് തെളിവ് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? എന്നാൽ കുഞ്ഞിക്കതിയ ഒന്ന് മൗനം പാലിച്ചു. പെട്ടെന്ന് തന്നെ അതാ കോടതി വിധി. എന്നാൽ ആ തെളിവ് കൂടി ഹാജരാക്കൂ, എങ്കിൽ മാത്രമേ ഈ കേസ് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ല എങ്കിൽ ഒരുപക്ഷെ കൊതിയെ പറഞ്ഞെടുത്തും എന്തെങ്കിലും സത്യമുണ്ടോ എന്നും അറിയാലോ. ശരിക്കും ആൻ്റണി വക്കീൽ വീണ്ടും പറഞ്ഞു, സർ, ഇവർ പറയുന്നതൊക്കെ പച്ച കള്ളായിരിക്കും. ഫോട്ടോയും കാര്യങ്ങളൊക്കെ എങ്ങനെയും സെറ്റാക്കി എടുക്കാം. അതൊക്കെ അവരുടെ അടവുകളാണ്. ഗർഭിണിയായ പെണ്ണിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, അവിഹിതമുണ്ട് ഭാര്യയുമായിട്ടും, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ സമയം ജഡ്ജി ചോദിക്കുന്നു, അല്ല, ഈ കുഞ്ഞിക്കതി എന്ന പേരുള്ള ഈ സ്ത്രീയുടെ ചെറിയ മകൾ ഹസീനക്ക് എത്ര ബന്ധങ്ങളപ്പോൾ ഉള്ളത്? ഒന്ന് എന്താ പറഞ്ഞത്,
സത്താറുമായി ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഇത് നവാസുമായി ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് മൂന്നാമതൊരുത്തൻ്റെ കൂടെ ചാടിപ്പോയെന്നും പറഞ്ഞു. എന്താ ഇത്? ഇതെന്താ ഇതിന് കൺട്രോളൊന്നുമില്ലേ? ശരിക്കും കോടതിയിൽ എല്ലാവരും ചിരിച്ചു. അത് കേട്ട് പെട്ടെന്ന് സൈലന്റ് ജഡ്ജി അത് പറഞ്ഞു. എന്നാൽ ഷമ്മാസ് അടുത്ത തെളിവ് കൂടി ഹാജരാക്കുവാൻ വേണ്ടി തയ്യാറാവുകയാണ്. എന്നാൽ പറയുന്നു അടുത്ത തെളിവ് കൂടി ഹാജരാക്കണം എങ്കിൽ അതും കൂടി ഓക്കെ ചെയ്യാൽ കുഞ്ഞിക്കതിയേക്കുള്ള ശിക്ഷാ നടപടികൾ ഉടൻ തീരുമാനിക്കും. അതല്ല നിങ്ങൾക്ക് ഇനിയും ഹാജരാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെ കുഞ്ഞിക്കതിയെ ഒരു പക്ഷേ വെറുതെ വിടും, നോക്കിയിട്ട് എല്ലാം കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട്. അല്ല എങ്കിൽ ശിക്ഷയിൽ ചെറിയ ഒരു ഇളവ് വരുത്തും. എന്തൊക്കെ തന്നെയായാലും എന്നാൽ ഷമ്മാസിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അതെ ഇനിയൊരിക്കലും ഒന്നും മറച്ചു വെക്കേണ്ട, എല്ലാം ഓപ്പണായി പറയുക, ഓപ്പണായി കാണിച്ചു കൊടുക്കുക. അല്ലാതെ ഇനിയും ഇതുപോലുള്ള ക്രിമിനൽസ് വളർന്നു വരും. ഒരുപാട് അങ്ങനെയുള്ള ക്രിമിനലുകളെ വളർത്താൻ ഇനി ഇവിടെ സമ്മതിക്കില്ല. എന്തായിരിക്കും ഷമ്മാസ് അടുത്ത തെളിവുമായി വരുന്നത്? ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.